കാർഷിക വാർത്തകൾ. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് വീണ്ടും മികവ്. ക്വിന്റലിന് 300 രൂപ വർദ്ധിച്ച് 33,500 രൂപയായി. നാടൻ കുരുമുളകിന്റെയും ഏലക്കയുടെയും വരവ് ചുരുങ്ങി. റബ്ബർ വില ഉയർത്താൻ മടിച്ച് ടയർ വ്യവസായികൾ. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില ക്വിന്റലിന് 33,500 രൂപയായി. അതേസമയം തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് തുടർച്ചയായ 6ാം ദിവസവും വെളിച്ചെണ്ണ വിലമാറ്റമില്ലാതെ നിലകൊണ്ടു. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള നാടൻ കുരുമുളക് വരവ് ചുരുങ്ങി. എന്നാൽ വിദേശ ചരക്കുമായി കലർത്തി വിൽപ്പനയ്ക്കിറങ്ങുന്നവർ രംഗത്തുണ്ടെങ്കിലും പ്രതിദിനം ശരാശരി 20 ടണ്ണിൽ കുറവ് ചരക്കാണ് വിപണിയിലെത്തുന്നത്. വൈകാതെ വില ഉയരുമെന്ന പ്രതീക്ഷയിൽ കർഷകർ ചരക്ക് വിൽപ്പന കുറച്ച് വിപണിയിലെ ചലനങ്ങൾ വിലയിരുത്തുന്നു. അൺഗാർബിൾഡ് മുളക് വില കിലോ 2 രൂപ കുറഞ്ഞ് 657 രൂപയായി. ഏലക്ക ലേലത്തിൽ വരവ് ചുരുങ്ങി. ലേലത്തിന് ആകെ 11,630 കിലോ ചരക്ക് മാത്രമാണ് വിൽപ്പനയ്ക്ക് വന്നത്. ഇതിൽ 10,105 കിലോയും ഇടപാടുകാർ ശേഖരിച്ചു. ആഭ്യന്തര വാങ്ങലുകാർ ഏലക്കയിൽ കൂടുതൽ ഉത്സാഹം കാണിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 2,846 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,315 രൂപയിലും കൈമാറി. വലിപ്പം കൂടിയ ഇനങ്ങളിൽ കയറ്റുമതിക്കാർ താൽപ്പര്യം കാണിച്ചെങ്കിലും നിരക്ക് അമിതമായി ഉയർത്താൻ അവർ തയ്യാറായില്ല. റബ്ബർ ഷീറ്റ് വില ഉയർത്തി ശേഖരിക്കാൻ ടയർ നിർമ്മാതാക്കൾ ഇനിയും താൽപ്പര്യം കാണിച്ചിട്ടില്ല. അതേസമയം ഉൽപാദന മേഖലകളിൽ ചരക്കില്ലാത്തതിനാൽ കൊച്ചിയിലും കോട്ടയത്തും മലബാർ മേഖലകളിലും വിൽപ്പനക്കാരും കുറവാണ്. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 197 രൂപ 50 പൈസയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്രയുടെ ലഭ്യത കുറവ് മൂലം വെളിച്ചെണ്ണ വില കുതിച്ചുയരുന്നു. വിൽപ്പന 10% കുറഞ്ഞു. കൊപ്രയുടെ ഉൽപാദനം കുറയുന്നതാണ് വില കുതിച്ചുയരാൻ കാരണമെന്ന് കൊച്ചിൻ ഓയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് തല്ലത്ത് മഹമ്മൂദ് പറഞ്ഞു. വില കുതിച്ചുയരുന്നത് പ്രാദേശിക ഡിമാൻഡിനെ ബാധിച്ചു. വിൽപ്പനയിൽ 10 മുതൽ 20% ഇടിവ് റിപ്പോർട്ട് ചെയ്തു. പാമോലിൻ, സൂര്യകാന്തി എണ്ണ തുടങ്ങിയ വില കുറഞ്ഞ എണ്ണകൾ ഉപഭോക്താക്കൾ തിരയാൻ തുടങ്ങി. അവയുടെ വില 130 രൂപ മുതൽ 150 രൂപ വരെയാണ്. പാചകാവശ്യങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. കേരള വിപണിയിൽ കൊപ്ര വില കിലോയ്ക്ക് 231 ഉയർന്നപ്പോൾ തമിഴ്നാട് വില 227 രൂപയായിരുന്നു. വിപണിയിൽ മായം ചേർത്ത വെളിച്ചെണ്ണയുടെ വിൽപ്പന തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും തലത്ത് മഹമ്മൂദ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ രൂക്ഷമായ ക്ഷാമം മൂലം വ്യവസായം നേരിടുന്ന പ്രതിസന്ധി കണക്കിലെടുത്ത് വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും ഇറക്കുമതി നിയന്ത്രണങ്ങൾ നീക്കാൻ അസോസിയേഷൻ ഉടൻ കേന്ദ്രത്തെ സമീപിക്കും. കൊപ്രയുടെയും തേങ്ങയുടെയും ക്ഷാമം ഓണത്തോടെ വെളിച്ചെണ്ണയുടെ വില 500 രൂപയായി ഉയർത്താൻ സാധ്യതയുണ്ടെന്ന് വിപണി വൃത്തങ്ങൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ആന്ധ്രാപ്രദേശിലെ കൃഷി വകുപ്പ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഇനി മുതൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി മാത്രമായിരിക്കും നടക്കുക. ഈ നടപടി എല്ലാ കാർഷിക പ്രവർത്തനങ്ങളെയും ഏകീകരിക്കും. ഡിജിറ്റലൈസേഷൻ ഡ്രൈവ് വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും കർഷകർക്കും സർക്കാരിനും ഗണ്യമായ പ്രയോജനം ചെയ്യുമെന്നും ആന്ധ്രാപ്രദേശ് കൃഷി വകുപ്പ് പറഞ്ഞു. 2025 ഖാരിഫ് സീസൺ മുതൽ ഓഫ്ലൈൻ സേവനങ്ങൾ ഉണ്ടാകില്ല. വിത്ത് വിതരണം മുതൽ തത്സമയ ഉപദേശങ്ങൾ വരെയുള്ള എല്ലാം ഡിജിറ്റലായി കൈകാര്യം ചെയ്യും. ഇത് സുതാര്യതയും വേഗത്തിലുള്ള സേവന വിതരണവും ഉറപ്പാക്കുന്നുവെന്ന് കൃഷി ഡയറക്ടർ S. ഡൽഹി റാവു പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഒരു കർഷക കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും കാലതാമസം കുറയ്ക്കുന്നതിനും കർഷക സമൂഹത്തിന് തടസ്സമില്ലാത്ത ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനുമാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സംവിധാനം കർഷകർക്ക് ഒരു പ്രത്യേക സീസണിൽ അവർ വിതച്ച വിളയെ അടിസ്ഥാനമാക്കി വ്യക്തിഗതമായിട്ടുള്ള അലേർട്ടുകൾ ലഭിക്കാൻ സഹായിക്കും. വിളനാശവും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇത് സഹായിക്കും. കർഷകർക്ക് അവരുടെ വിള എളുപ്പത്തിൽ വിൽക്കാൻ കഴിയും. കൂടാതെ എല്ലായ്പ്പോഴും അവർക്ക് ഡോക്യുമെന്റുകൾ സമർപ്പിക്കേണ്ടതില്ലെന്നും ഡൽഹി റാവു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിലെ മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിൽ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സംഘടനകൾ. ഒരു കാലത്ത് സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന കേരളം ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. പ്രധാനമായും പ്രതികൂല പാരിസ്ഥിതിക ആഘാതങ്ങൾ മൂലമാണിതെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പറയുന്നു.
ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ 1.4 ദശലക്ഷത്തിലധികം ആളുകൾ ഉപജീവനത്തിന് ആശ്രയിക്കുന്ന മേഖലയാണിത്. പ്രതികൂല കാലാവസ്ഥ, നിലവിലുള്ള 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം എന്നിവയാണ് പ്രതിസന്ധിയുടെ പ്രധാന കാരണം. 590 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശത്തും 9 തീരദേശ ജില്ലകളിലും നിലവിൽ മത്സ്യബന്ധന ദിവസങ്ങൾ ഏകദേശം 300-ൽ നിന്ന് വെറും 100 ആയി കുറഞ്ഞു. ഈ നിയന്ത്രിത കാലയളവിൽ ചൈനയിൽ നിന്നും തായ്വാനിൽ നിന്നുമുള്ള വിദേശ കപ്പലുകൾ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നത് പ്രതിസന്ധി കൂടുതൽ വഷളാക്കുന്നു. ഇത് പ്രാദേശിക സമുദ്ര വിഭവങ്ങളെ ഗുരുതരമായി ഇല്ലാതാക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തുകാണിച്ചുകൊണ്ട് വാണിജ്യ മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കാനും സുസ്ഥിര ചെമ്മീൻ കൃഷി സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലുടനീളം ലേല നിയമങ്ങൾ ടീ ബോർഡ് ഭേദഗതി ചെയ്തു. സാമ്പിൾ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. രാമശേഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾക്കനുസൃതമായി ഇന്ത്യയിലുടനീളം ലേല നിയമങ്ങൾ ടീ ബോർഡ് ഭേദഗതി ചെയ്തു. ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ലേല മാതൃകയ്ക്ക് കീഴിലുള്ള സാമ്പിൾ മാനദണ്ഡങ്ങളിലാണ് കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ എല്ലാ രജിസ്റ്റർ ചെയ്ത തേയില ലേല കേന്ദ്രങ്ങളിലും ജൂലൈ 1 മുതൽ ഭാരത് ലേലം 2021 ലേല നിയമത്തിലെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുമെന്ന് ഇതു സംബന്ധിച്ച ഒരു സർക്കുലറിൽ പറയുന്നു. എന്നിരുന്നാലും ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉത്തരേന്ത്യയിലെ ലേല കേന്ദ്രങ്ങൾക്ക് ഇത് ബാധകമാകില്ല. സാമ്പിൾ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച വിപുലമായ നിർദ്ദേശങ്ങൾ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ അടിസ്ഥാന നിലവാരവുമായി പൊരുത്തപ്പെടുന്ന ചെറിയ പരിഷ്കാരങ്ങളോടെ ഏറ്റവും ഫലപ്രദമായ ശുപാർശകൾ മാത്രമേ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂവെന്ന് സർക്കുലറിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. കമ്പോള നിലവാരം. റബ്ബർ RSS 4 198, RSS 5 195, ലാറ്റക്സ് 142, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 880, അടയ്ക്ക 240, കാപ്പിക്കുരു 280, കൊക്കോപരിപ്പ് 320, കുരുമുളക് ഗാർബിൾഡ് 67,900, കുരുമുളക് അൺഗാർബിൾഡ് 65,900, ഏലയ്ക്ക 2100 മുതൽ 2200 വരെ, വെളിച്ചെണ്ണ 33,200, കൊപ്ര 23,400, ചുക്ക് 22,500.